ഹലോ, ഞാൻ സുനി സജീവ്, രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മോറ്റ, ഓപ്പോസിറ്റ് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥയൊക്കെ യേശുവിൻ്റെ കൃപയാൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. എല്ലാവരും ആ ദൈവരാജ്യം അനുഭവിക്കാൻ ഇടവരട്ടെ. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം ഒരു സുവിശേഷക്കാരൻ പറഞ്ഞു, നിങ്ങളിൽ ദൈവപ്രസാദം ഉണ്ടായെന്ന് നമുക്കറിയണേ എങ്ങനെയാണ്? നിങ്ങൾ കോടീശ്വരനായി 2 ബെൻസുണ്ടോ, നിങ്ങൾക്ക് അതുണ്ടോ, ഈ കടയുണ്ടോ, സ്വർണ്ണക്കടയുണ്ടോ, കോറിയുണ്ടോ, ഇങ്ങനെയൊന്നുമല്ല. വലിയ ബിസിനസ്സുകാരനാണോ? ഇതൊന്നുമല്ല. അവൻ്റെ തലമുറ ദൈവത്തെ യഹോവയെ ഭയപ്പെട്ടവൻ്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യനാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന് പ്രസാദം തോന്നി ദൈവം അനുഗ്രഹിച്ചേക്കണേ. കാരണം തലമുറ നന്നായില്ലെങ്കിൽ ഒരു മനുഷ്യൻ തലയും കുത്തി കിടന്ന് പണിയെടുത്തിട്ടാലും ഒരു തലമുറ കൊണ്ട് തീർക്കാവുന്നേ. എന്തോ ഒരു കോടി വേണേലും തീർക്കാം. ഒത്തിരി നമ്മൾ കൺമുമ്പിൽ പലരുടെയും കാഴ്ചകൾ കണ്ടേക്കണല്ലേ. അപ്പം നമ്മുടെ തലമുറേനെ, മക്കളെ ദൈവഭയത്തിൽ വളർക്കണേ അമ്മമാരാണ് ഭാഗ്യമുള്ളത്. യേശുവിനെ വളർത്തിക്കണ്ടില്ലേ, ലോകരക്ഷകനായിട്ട് അവൻ പറയുന്നത് എന്തെന്ന് വെച്ച് നിങ്ങൾ ചെയ്യുവീൻ എന്നും പറഞ്ഞ മകനെ ലോകരക്ഷകനായിട്ട് അവർ അമ്മ വളർത്തി. അതുപോലെ നമുക്ക് ഭാഗ്യം കിട്ടി അമ്മമാരാകട്ടെ എല്ലാവരും. അപ്പോൾ ഇന്ന് വായിക്കണത് മത്തായി 6:6. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. അപ്പം എപ്പോഴും ഓർത്തോട്ടോ, പ്രാർത്ഥിക്കുമ്പോൾ എനിക്കും ഇഷ്ടം അങ്ങനെയാട്ടോ. എനിക്ക് രാവിലെ എഴുന്നേറ്റ് കുറേ നേരം വർത്താനം പറച്ചിലാട്ടോ. ഇച്ചിരി നേരം എൻ്റെ പിതാവേ, എൻ്റെ സ്വർഗീയ അപ്പാ പിതാവേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കൂട്ടോ. ദൈവം അത് കേൾക്കാൻ ഓടി എൻ്റെ മോളേന്ന് പറഞ്ഞ് വരുമ്പോഴത്തേനും ഞാൻ പിന്നെ കടയിലെ കാര്യങ്ങളിലേക്ക് പോകാൻ മനസ്സ്. അയ്യോ, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, പെട്ടെന്ന് തിരിച്ചു വരും. ഇതൊക്കെ തൊഴിൽ. പക്ഷേ ആ രാവിലെ ഇരുന്ന് ആ പ്രാർത്ഥന രസമാണ്. ദൈവത്തിൻ്റെ കൂടെ ഇരുന്ന് ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങൾ ദൈവത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെ മക്കളുടെ കാര്യം പറയും, കടയിലെ കാര്യങ്ങൾ പറയും, എനിക്കറിയാവുന്ന ആരുടെയും ചിന്ത വന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ ആ ദൈവമായിട്ടുള്ള അന്നേരം ഞാനും യേശു മാത്രമേ ഉള്ളൂ ആ മുറിയിൽ രാവിലെ. അപ്പോൾ അങ്ങനെ ഒരു വർത്താനം പറയണേ, ആ ഒരു രഹസ്യത്തിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരും കേൾക്കാൻ കോൺസെൻട്രേഷൻ വല്ല. നമുക്കൊരു തന്നെ വർത്താനം പറഞ്ഞല്ലേ, അതെല്ലാവർക്കും സാധിക്കട്ടെ. അപ്പോൾ യേശുബ്രാൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ സാരിയുടെയാണ്. അത് ഏറ്റവും ആദ്യം കാണിക്കാൻ പോണ സാരി ഞാൻ ഉടുത്തതാട്ടോ. ഞാൻ ഇവിടുന്ന് നമ്മുടെ കടയിൽ നിന്നല്ല എടുത്തേ. ഞാനൊരു കല്യാണത്തിന് വേണ്ടി എടുക്കാൻ പോയപ്പോൾ ഇതിന് ഈ വിലയല്ല, 5000-ക്കാണ് ഞാൻ എടുത്തത്. എനിക്കിപ്പോൾ കിട്ടിയത്, ഇതിൻ്റെ ഫോട്ടോ ഇടാട്ടോ. ഇപ്പോൾ ഇതിങ്ങനെ ഇതിൽ കാണുമ്പോൾ എന്നെ ബ്ലൂ ആയിട്ടാട്ടോ കാണുന്നത്. എൻ്റെ ഫോട്ടോയിൽ ബ്ലൂ ആണ്. കറക്റ്റ് കളർ വന്നിട്ടുണ്ടോ? അടുത്ത് വരുമ്പോൾ സഫയർ ഗ്രീൻ ബ്ലൂ, അങ്ങനത്തെ ആ അടിപൊളി കളറാട്ടോ. ഇതിന് ഈ കളർ തന്നെ നമുക്കിങ്ങനെ ഭയങ്കര ഗ്രാൻഡാണ്. ബനാറസിൻ്റെ സൂപ്പർ സാരിയാണ്. 2999 രൂപയുള്ളൂ. എത്ര രൂപ എൻ്റെ പോയെന്നറിയാവോ? അപ്പോൾ ഞാൻ ആ വിലയ്ക്ക് എടുത്തത്. ചിലപ്പോൾ അന്നേരം ഇറങ്ങിയുള്ളായിരിക്കും. എനിക്ക് കിട്ടിയത് ഇപ്പോഴാണ്, ഹോൾസെയിലിൽ കിട്ടിയത് ഇപ്പോഴാണ്. അപ്പോൾ ദേ ഇങ്ങനെ ബ്ലൗസ് പീസിൻ്റെ അറ്റത്തും ഇതുണ്ട്. ഇതിൻ്റെ ഒത്തിരി കെട്ടുണ്ടായിരുന്നു. അതിൽ എല്ലാത്തിലും ഈ കളർ മാത്രം ഞാൻ എടുത്തു. ഒരു കളർ മാത്രം. അവരോട് കളറ് ഇതിൽ ഈ കളറുണ്ടെന്ന് ആരും അറിയണില്ലല്ലോ. എനിക്ക് ഈ കളറിൻ്റെ ഭംഗി അറിയാവുന്ന എനിക്ക് ഈ സാരി കൊടുത്തിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എവിടുന്നാന്ന് ചോദിക്കാൻ തരും മനുഷ്യരില്ല. അപ്പം ഞാൻ ഫോട്ടോ ഇടാട്ടോ. ഒരു കല്യാണത്തിന് കഴിഞ്ഞ ദിവസം കൊടുത്ത ഒരു ഫോട്ടോ ഇടാവേ. അടിപൊളി. ഇതാകെ 4-5 കിട്ടിയുള്ളൂ. 5 കെട്ട്. ഒരു ഇതിൻ്റെ തന്നെ 8-10 കളറുണ്ടായിരുന്നു. ഞാൻ ഈ കളർ എൻ്റെ ഫോട്ടോ കാണിക്കുമ്പോൾ ഈ കളർ മാത്രമേ എല്ലാവരും എടുക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ആ 10 എണ്ണത്തിൻ്റെ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ 10 എണ്ണം എടുക്കണം. ഈ ഒരെണ്ണം തന്നെ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അവർ കുഴപ്പമില്ല. അല്ലെങ്കിൽ നല്ല കളേഴ്സെല്ലാം എടുക്കാൻ അങ്ങനെയൊന്നും പറ്റൂല്ലോ. ഇതിൽ ഈ ബുട്ടയൊക്കെ ഇച്ചിരി വ്യത്യാസമുണ്ട്. ഇത് ഇച്ചിരിയുടെ ആദ്യത്തെ ചാർക്കോൾ കളറായിരുന്നു. ഇച്ചിരിയുടെ ഒരു സിൽവർ, ആൻറ്റിക് സിൽവർ കളറാണ്. ജെറി വർക്കിനൊക്കെ പ്രത്യേകതയുണ്ട്. ഏതെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ. കാരണം 4 5 ഉണ്ടോ? 4 അല്ലേ? 4 ഉള്ളൂ. അപ്പം അത് കാരണം ഇതൊരു ഗോൾഡൻ ആൻറ്റിക്. ഇതിൽ ഇച്ചിരി ഗോൾഡൻ കളറാണ് വന്നേക്കണേ. സൂപ്പർ കളറാണ്. ആ കളർ മെറ്റീരിയൽ സൂപ്പറാണ്. നമ്മൾ കൊടുത്താൽ വണ്ണം തോന്നിക്കില്ല. പിന്നെ ഇപ്പം ഈ വിലയുടെയൊക്കെ സാരി എല്ലാവർക്കും മതി.
എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ എല്ലാവരും കാഞ്ചീപുരത്തിൽ നിന്ന് മാറി എന്നോട് ഇങ്ങനത്തെ വെറൈറ്റി വല്ലതും കിട്ടുമെങ്കിൽ ഒക്കെ ഫംഗ്ഷന് കളക്ട് ചെയ്താകാൻ പറഞ്ഞേക്കണേ. അടിപൊളി സംഭവങ്ങൾ. ഇങ്ങനത്തെ സാരി എല്ലാം ഞാൻ ഓണത്തിന് 2 ദിവസം സെയിൽസിന് 2 ദിവസം കയറിയോളൂ, ബാക്കി ക്ലീനായി. കല്യാണത്തിന് കൊടുക്കാരാ നല്ലതാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുമ്പോൾ അവർക്ക് വിശ്വാസമാണ്. ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചപ്പോൾ തന്നെ അത് അപ്പടി വില കൂടി എല്ലാ സാരിയും നമ്മുടെ കടയിൽ തീർന്നു. പണ്ട് ഞാൻ സെയിൽസ് ഗേളായിരുന്നു. കാരണം നമ്മൾ ചെറിയ ബോട്ടിക്കായിട്ടായിരുന്നു നമ്മൾ കൊണ്ടുവരും, ഞാൻ തന്നെ കാണിക്കണു. ഇവിടുത്തെ കസ്റ്റമേഴ്സ് തന്നെയായിരുന്നു സെയിൽസ് ഗേൾ. മാറും ഞങ്ങളെല്ലാം കൂടെ കൂടിയിരുന്നു, ഒന്നിച്ചിരുന്ന് വിലയിരുന്നു. ഇതും അതുപോലെ ഒരു വെറൈറ്റി സാരി കേട്ടോ, നമ്മൾ ആദ്യമായിട്ടാട്ടോ കാണിക്കണേ. ഓർഗൻസ് ചെയ്ത് കണ്ടാൽ തോന്നുമോ, സിൽക്ക് ഓർഗൻസയിൽ ഫുൾ എംബ്രോയ്ഡറി, നിഴലും അടിക്കില്ല. അതെ, സൂപ്പർ സ്റ്റൈലിഷ് സാരിയാണ്, നല്ല ഫാൻസി സാരിയാണ്. 2499 രൂപയുള്ളൂ. ടാസിൽസ് ഇത് അധികം ഒന്നും എടുത്തിട്ടില്ല. ഇതിൻ്റെ ബ്ലൗസ് കൂടി ഉണ്ട്. അതിൻ്റെ ബ്ലൗസേ കക്കോബേൽ വെറൈറ്റി ബ്ലൗസൊക്കെ ആട്ടോ. ലൈനിങ് ഒന്നും ബ്ലൗസിന് വേണ്ട. ഇത് ഫുൾ ഓർഗൻസ ആട്ടോ, അടിപൊളി സാരിയാണ്. പ്രീമിയം സാരികൾ ഫങ്ഷൻ വെയർ 2499 അല്ലേ? ഫുള്ളൊക്കെ കണ്ടല്ലോ അല്ലേ? ഞാൻ ഇപ്പോൾ ഇവിടെ കാണിക്കാം. കണ്ടല്ലോ, ഫുള്ള് വർക്കാം. നല്ല സാരി കാണുന്ന വഴിയെ മേടിച്ചു വെച്ചോട്ടോ. ഞാൻ ആ ബ്ലൂ സാരിയൊക്കെ എനിക്ക് ആവശ്യമുള്ളപ്പോൾ മേടിച്ചല്ല, ചുമ്മാ കണ്ടപ്പോൾ മേടിച്ചതാണ്. ആ ബ്ലൂ കളർ ഇഷ്ടമായ കാരണം. പക്ഷെ ഇങ്ങനെ നമുക്ക് കിട്ടും, വില കുറഞ്ഞ് കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അടിപൊളി സാരിയാണ്. ഇതും ഫുള്ളാ വർക്ക്. ഇവിടെ ബ്ലോക്ക് പ്രിന്റ് ഉണ്ട്. ഓർഗൻസയിൽ ഒച്ച മാറുന്നു അല്ലേ? ശരിയാലോ, സോറി കേട്ടോ, ഒച്ച മാറണം. തൊണ്ണ ഇടണ പോലെ ഇച്ചിരി കുരുമുളക് വെള്ളം കുടിക്കാറുന്നു. നല്ല സാരികളാട്ടോ. എൻ്റെ ദൈവമേ, ഇപ്പം ഈ ജലദോഷവും ഇതുമൊക്കെ, ജലദോഷമൊന്നുമില്ല, നമ്മൾ ഇതിൻ്റെ അടിമ എപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്ന് അപ്പടിയും തന്നെ നല്ല കോസ്റ്റ്ലി സാരി, പ്രീമിയം സാരികളുടെ ഒരു കളക്ഷനാട്ടോ. കുറേശ്ശേ ഉള്ളൂ, പക്ഷേ കുറേ. ഇത് കണ്ടോ, ചന്തേരി സിൽക്കിൻ്റെ കൂടിയത്, നമ്മൾ പ്രിൻ്റഡ് സിൽക്ക് സാരികളില്ലേ, അതുപോലെ പണ്ട് നമുക്കൊക്കെ ഉണ്ടായിരുന്നു. ജയ്പൂർ സിൽക്കാണ്, ജയ്പൂർ ഇതാണ്. നമുക്ക് പണ്ട് ഇത് ഇങ്ങനെ ബോട്ടി സാരി ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ കളക്ഷൻ വന്നപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ നോക്കിക്കേ, എപ്പോഴും ഇങ്ങനത്തെ കിട്ടാറില്ല. അപ്പോൾ ഞാൻ കിട്ടിയപ്പോൾ ഇതിൻ്റെയൊക്കെ എടുത്തതാണ്. 2990 ബ്ലൗസ് പീസ്. ഇത് സൂപ്പർ സിൽക്ക് സാരിയാണ്. നിങ്ങൾക്ക് ഇതറിയാമായിരിക്കും, പണ്ടുണ്ടായിരുന്നു, 10-15 വർഷം മുമ്പ് ഇതുണ്ടായിരുന്നു എനിക്ക് തോന്നണേ. അത് കഴിഞ്ഞിട്ട് കുറച്ച് അതെല്ലാം ഇങ്ങനെ ഒന്നുകൂടെ, ആ സാരി ആയിരിക്കില്ല, അതിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് ഇച്ചിരൂടെ നല്ല സോഫ്റ്റ് സിൽക്ക് സാരി കേട്ടോ. കലങ്കാരി പ്രിന്റിൽ. അതിൻ്റെ മുറിവും അടിപൊളി സാരികളാട്ടോ, നല്ല സാരികളാണ്. ഈ സാരിയൊക്കെ എടുത്തോ, അധികം കളക്ട് ചെയ്തിട്ടില്ല എല്ലാം. ഇത് കണ്ടോ, ഇത് നമ്മുടെ ഇത് കൂട്ട് എന്ത് സിൽക്കാ, ബാംബു സിൽക്ക്. ഓ, പേരിങ്ങനെ വായുടെ അറ്റത്ത് വന്നു.
ബാംബൂ സിൽക്ക് ഇത് 1399 രൂപയുള്ളൂ കേട്ടോ. അത്രയും വില കുറച്ച് ഒരു ബ്ലൂമിങ് ഒരു ലുക്കും ഉണ്ട്, ഒരു ഷൈനിങ് ലുക്കും ഉണ്ട്. ഇത്രയും വില കുറച്ച് ആദ്യമായിട്ടാണ് ബാംബൂ സിൽക്ക് വന്നേക്കണം. ഇതിൻ്റെ കൂടിയത് നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ, വന്നിട്ടുണ്ട്. ഈ വർക്കുകൾ അടുത്ത് തിക്കായിട്ട് വന്നതിന് ഇച്ചിരി വില കൂടുതലാണ്. എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് കാണും. നമ്മളിങ്ങനെ അവിടെ വിലക്കുറവ് ഇവിടെ വിലക്കുറവ് അതിലൊക്കെ നമുക്ക് തോന്നലാണ്. ആർക്കും ഒന്നും വലിയ കാര്യമായിട്ടൊന്നും ഇങ്ങനെ വില കുറച്ച് കൊടുക്കാൻ പറ്റില്ല. എന്തെങ്കിലും ചെറുതായിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ഈ വർക്കുകളുടെ വ്യത്യാസത്തിലാണ് വില വ്യത്യാസം തന്നെ. 1399 ഉള്ളൂ. ഇതും പെട്ടെന്ന് വിറ്റ് കൂട്ടാം. നമുക്ക് ഏറ്റവും അധികം വിറ്റ് പോണ സാരിയാണ്. ശരിക്കും ടെസറിൻ്റെ ആ സെയിം ഫീലിങ്സ് ഉണ്ട്. നല്ല കളേഴ്സും ആട്ടോ. നിങ്ങൾ കടയൊക്കെ ചെന്നിട്ട് ഇപ്പം നോക്കിക്കേ, ഒരു സാരി കിട്ടണമെങ്കിൽ ഓണം കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും പുതിയ സെലക്ഷൻ ഉണ്ടോ? ഇത്രയും സാധനം ദൈവകൃപയാണ് നമുക്ക് കിട്ടിയതാണ്. എന്ത് വീഡിയോ ഇടുമെന്ന് ഓർത്തുകൊണ്ടിരിക്കുവായിരുന്നു. അടിപൊളി സംഭവങ്ങളാണ്, എല്ലാം സൂപ്പർ ഹിറ്റ് സംഭവമാണ്. പ്ലെയിൻ ബ്ലൗസ് പീസുവേ, നല്ല കളർ ചാർട്ടുമാണ്. എൻ്റെ കളർ ചാർട്ടാട്ടോ ഏറ്റവും രസം. ഞാൻ ഫുൾ കുരുമുളക് വെള്ളം കുടിച്ചോ? പറഞ്ഞ ഒരു കേൾക്കൂല. എന്നിട്ട് നിങ്ങളൊക്കെ പറയും ഞാൻ അവരെയൊക്കെ ചീത്ത പറയുമെന്ന്. ചീത്ത പറയണതിന് യാതൊരു ദാക്ഷിണ്യമില്ല. എൻ്റെ മക്കളോട് എങ്ങനെ പറയണോ അതിലിച്ചിരൂടെ കട്ടി കൂട്ടിയവരോട് മക്കളോട് ഇങ്ങനെ തന്നെയാണ്. അത് കാരണം എൻ്റെ അപ്പുക്കുട്ടനെ എന്തിയാ വരാത്തേന്ന് ചോദിക്കുമ്പോൾ ആ ചെറുക്കൻ പറഞ്ഞാൽ നാട്ടിയോ നമ്മുടെ വായിലിക്കിടൊക്കെ ചീത്ത കേട്ടോണ്ടിരിക്കാൻ എനിക്ക് വേറെ വല്ല കുഴപ്പമില്ല, അവിടെയെങ്കിൽ സമാധാനമായിട്ട് ജീവിക്കാം. എല്ലാ പിള്ളേർക്കും അമ്മമാരെ കാണുന്നതൊക്കെ ആഗ്രഹം വരും. ഞാൻ എന്ന് ശരിയാവോ? എൻ്റെ മക്കൾക്ക് അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ഇങ്ങനെ ചീത്ത പറയുന്ന സ്വഭാവം കൊള്ളില്ല. അവരെ സ്നേഹിക്കണമായിരുന്നു. സ്നേഹം ഉണ്ടല്ലെങ്കിൽ ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നില്ലല്ലോ. ഇല്ല, അത് തെറ്റാട്ടോ. അമ്മമാരെപ്പോഴും പറയും ഞാൻ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടതൊന്നുമല്ല, എനിക്ക് വേണ്ടി തന്നെ ഞാൻ കഷ്ടപ്പെടണേ. ആ ഫിലോസഫിയെ തെറ്റാ. അവരൊന്നും പറയണില്ല നമ്മളോട് കഷ്ടപ്പെടുന്ന. അമ്മമാരെപ്പോഴും പറയും എൻ്റെ മക്കൾക്ക് 9 മാസം കഷ്ടപ്പെട്ടു. അവർ മക്കളെ പറഞ്ഞിട്ടാണോ അത് കഴിഞ്ഞിട്ട് വളർത്തി വലുതാക്കി. നമ്മളിതൊക്കെ നമ്മുടെ ഉത്തരവാദിത്വം. നമ്മൾ മക്കൾക്ക് വേണ്ടിയൊന്നുമല്ല, നമുക്ക് ജീവിക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്യണത്. സോറി, ഞാൻ പറഞ്ഞത് തിരുത്തിയതാ. നല്ല കളർ. പിള്ളേർ ചോദിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടാണോ കഷ്ടപ്പെട്ട വെറുതെ വല്ലയിടത്തും കയറിയിരുന്നോളാം. ഇരുന്നാ പറഞ്ഞായിരിക്കുമോ? അയ്യോ എൻ്റെ കടാന്നും പറഞ്ഞ് ഞാൻ ഓടും. മുന്തിരി കളർ. ആ കവിയൂർ പൊന്നമ്മയുടെ മകള് അമ്മ സ്നേഹിച്ചില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ എൻ്റെ പിള്ളേരെടുത്തോട്ടെ എപ്പോഴും ഞാൻ ലൈഫ് എൻജോയ് ചെയ്തിട്ടില്ല കേട്ടോ. ശരിക്കും ബിസിനസ്സൊന്നും പെണ്ണുങ്ങൾക്ക് കൊള്ളൂല. കെട്ടിയന്മാർ ബിസിനസ് നടത്തിയിട്ട് നമ്മളെ പൈസ കൊണ്ട് ടൂറ് പോവുക, ഡ്രസ്സ് മേടിക്കുക, അടിച്ചു പൊളിക്കുക, സിനിമയ്ക്ക് പോവുക. ഇതായിരുന്നു എൻ്റെ സ്വപ്നം. പക്ഷെ നമ്മൾ കണ്ട സ്വപ്നം നേരെ തിരിച്ചായിപ്പോൾ എൻ്റെ പെടലേക്ക് ഇങ്ങനെയായി. എനിക്കതായിരുന്നു എൻ്റെ ഒരു സ്വപ്നം. അയ്യോ, കല്യാണം കഴിയണവരെ എൻ്റെ സ്വപ്നം അതായിരുന്നു. അത് കണ്ടുകൊണ്ട് ഞാൻ സ്വപ്നലോകത്തെ ബാലഭാസ്കരിയായിട്ടിരുന്നിട്ടുണ്ട്. മുന്തിരി കളർ. അത് കാരണം ആരും ഇങ്ങനത്തെ വലിയ സ്വപ്നം കാണരുത് കേട്ടോ. എനിക്കോ അബദ്ധം പറ്റി. മുന്തിരി കളർ. സെയിം വിലയാണോ? സെയിം വിലയാണോ? ഇത് ഡിസൈൻ വ്യത്യാസമുണ്ട് കേട്ടോ. ലൈലാക്ക്. അടിപൊളി സംഭവം, സൂപ്പർ സംഭവം. പ്ലെയിൻ ബ്ലൗസ് പീസ്. എല്ലാ സാരി സൂപ്പറാട്ടോ. നമുക്കൊരു ഉടുക്കാനും പ്രസൻറ്റ് കൊടുക്കാനും ഒക്കെ എപ്പോഴും ഫാഷൻ ഔട്ടാവില്ല. ഇതിൻ്റെ ചുരിദാറായാലും ഭയങ്കര ഡിമാൻഡാണ്. സാരിയൊക്കെ ഇത് എത്ര കാലമായി, ഇതിൻ്റെ ഫാഷൻ ഒരിക്കലും പോകില്ല. ടിഷ്യൂൻ്റെ സാരി പെട്ടെന്നേ ഗോൾഡൻ കളർ. ഇതിൽ ഒരു കളർ ഗോൾഡനാണ്. ഞാൻ ഓർത്തു ഇങ്ങനത്തെ ഒരു സാരി ഞാൻ എടുത്തില്ലോ എന്ന് ഓർത്തു. ഞാൻ ഓണം കഴിഞ്ഞല്ലോ എന്ന് ഞാൻ ഓർത്തെ. ഇത് നല്ല രസമുള്ള, വലിയ വിലയില്ല കേട്ടോ, ഭയങ്കര രസമുള്ള ഒരു ടിഷ്യൂൻ്റെ സാരി. ഇതിൻ്റെ വില എത്രയാണ്? 899 രൂപയുള്ളൂ കേട്ടോ ഈ സാരിക്ക്. നിങ്ങൾ നോക്ക്. നല്ല സിൽക്കി കോട്ട പോലത്തേൽ വീതിക്ക് ബനാറസും. വലിയ നെള്ളും അടിക്കില്ല. സൂപ്പർ സംഭവം. ബ്ലൗസ് പീസ് എന്നാ പ്ലെയിൻ ആണോ?
ഇതായിരിക്കും ബ്ലൗസ്. ബ്ലൗസ് പ്ലെയിൻ വന്നിട്ട് ഇങ്ങനെ ബോർഡർ ആട്ടോ. അടിപൊളി സാരി കേട്ടോ. ഇതിങ്ങനെ മൊത്തം മടക്കി വെച്ചിട്ട് എന്ത് ഭംഗിയിലിരിക്കണേ നോക്കി. ഓണത്തിന് നല്ല ഗോൾഡൻ നമ്മൾ എപ്പോഴും എടുക്കൂലേ, ഇങ്ങനെ ഫങ്ഷൻ തലേദിവസം ഇങ്ങനെ കീർത്താമസമൊക്കെ യൂസ് ചെയ്യാം. അതിൻ്റെ കളേഴ്സ് ഉണ്ട്. നല്ല രസം, ഭയങ്കര ഒതുക്കാട്ടോ. അതാണ് ഈ സാരിയുടെ ഏറ്റവും ഭംഗി. ഇങ്ങനെ അങ്ങ് ഒതുങ്ങുന്നതേ ഉണ്ടോ, അത്രയ്ക്ക് ഒതുങ്ങണ സാരിയാണേ. നല്ല ഗ്രാൻഡ് അല്ലേ. 899 രൂപയോ. അടിപൊളി സാരിയാണ്, അടിപൊളി സാരി. നല്ല കളർ ചാർട്ട്. എന്ത് ഭംഗിയാന്ന് നോക്കി. ഇതിൻ്റെ ബ്ലൗസ് കൂടെ തയ്ച്ച ഒരു ആൻറ്റിക് സിൽവറിൻ്റെ ഒരു കമ്മൽ കിട്ടാൽ മതി. ഒരു ജിമൊക്കെ എങ്ങനെ ഇട്ടാ ഓക്കെ. ആ സിൽവർ എന്ന് പറഞ്ഞിട്ടോ നമ്മുടെ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ സ്വർണ്ണം എടുത്താൽ മതി. നിങ്ങൾ ഓർക്കുമായിരുന്നു അല്ലേ സിൽവർ ഇടാൻ ഞാൻ പറഞ്ഞത് എന്താണ്. ഒരു സിൽവർ ജെറി വന്ന കാരണം സിൽവർ കമ്മൽ പറഞ്ഞതാ. പക്ഷെ സിൽവറൊക്കെ കാര്യം വില കുറവാണ്. സിൽവർ നല്ലതുമാണെങ്കിലും ഇറ്റാ കാശ് കിട്ടണ്ടേ. സ്വർണ്ണമാണെങ്കിൽ വിറ്റ കാശാണ്, മേടിച്ചാൽ നല്ലതാണ്. സ്കീമിൽ കൂടാൻ പറഞ്ഞപ്പോൾ വില കൂടും, പിള്ളേരെ പെട്ടെന്ന് കൂടും എന്ന് പറഞ്ഞിട്ടപ്പോൾ വില കൂടിയപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഇപ്പോൾ ഇഷ്ടംപോലെ സ്കീമിൽ ആൾ കയറണം. പെട്ടെന്ന് സ്കീമിൽ കൂടിക്കുക, എന്നാൽ നമുക്കൊരു സമാധാനം കിട്ടുമല്ലോ. വില എന്നാലും കൂടുകയുള്ളൂ. ഒരു സ്കീമിൽ കൂടി എന്നുള്ളത് നല്ലൊരു ഗോൾഡൻ തന്നെ യെല്ലോ പോലത്തെ ഒരു ഇനി ഉണ്ട് ഇതിൻ്റെ. ഇനി ഇതുകൂടെ ഉള്ളൂ കേട്ടോ. ഒരു ബ്ലൂ മൾട്ടി ഷെയ്ഡ് പോലെ തോന്നിക്കുക. ടിഷ്യൂ ബനാറസ്. ഈ വിലയ്ക്ക് സൂപ്പർ സംഭവമാട്ടോ. ഇതൊക്കെ ആദ്യമായിട്ട് കാണിക്കണ കാരണം പെട്ടെന്ന് തീരും കേട്ടോ. വെബ്സൈറ്റിൽ ചാടി എടുത്തു, അല്ലെങ്കിൽ 4 പിള്ളേരുണ്ട്. സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലിടുക. അവർ മെസ്സേജിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ വാട്സപ്പ് കോൾ വിളിക്കുക. എന്നിട്ടും പറഞ്ഞില്ലെങ്കിൽ എന്നെ വിളിക്കുക. 9447575564 എൻ്റെ നമ്പറേ. അവർ ചീത്തയൊന്നും പറയില്ലൊന്നുമില്ല. എന്താ കണ്ട എടുക്കാത്തതെന്ന് അറിയണ്ടേ. നമ്മൾ അങ്ങനെ നന്നായിട്ട് നിങ്ങളെ നോക്കൂന്നൊക്കെ ഓർത്തല്ലേ നമ്മളിരിക്കണേ. അപ്പോൾ എന്തെങ്കിലും നോക്കിയില്ലെങ്കിൽ നമുക്കടെ കുഴപ്പമല്ലേ. പിന്നെ വെബ്സൈറ്റിൽ എടുത്തവരെന്തേലും മറുപടി പറയാൻ കിട്ടിയില്ലെങ്കിലോ ആ എൻക്വയറി നമ്പറിലായാലും നിങ്ങൾ വാട്സപ്പ് കോൾ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. മുന്തിരി കളറ് ഇത് നമ്മൾ കാണിക്കാറുള്ള കുറച്ച് നാളായില്ലേ കാണിച്ചിട്ട്. ക്രോഷിയോയുടെ 1299. ഇത് കണ്ടല്ലോ എന്തോരം ക്രോഷിയോ വർക്കാ, ഹാൻഡ് മെയ്ഡാട്ടോ. ഇതെല്ലാം ഈ ഇത് അരികത്ത് ലേസും എല്ലാം ഹാൻഡ് വർക്കാണ്. അത് കൂടാണ്ട് മിററും കൊടുത്തിട്ടുണ്ട് കോട്ടയിൽ കേട്ടോ. 1299 രൂപയ്ക്ക് ഇതൊക്കെ എന്ത് സൂപ്പർ ഹിറ്റ് എൻ്റെ ദൈവമേ. അടിപൊളിയെന്ന് വെച്ചാൽ ഇതേ അടിപൊളി. ഇത് ഈ കളേഴ്സൊക്കെ ആദ്യമായിട്ടാണോ അല്ലേ? ഈ കളറൊക്കെ വന്നിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണ്. അടിപൊളി കോട്ടാ സാരി കേട്ടോ. കോട്ടാ സാരി നല്ല സ്റ്റാൻഡേർഡാണ്. ഇപ്പോൾ കുറേ പേര് ഇപ്പോഴും ജോലിക്ക് ഒക്കെ സാരികളും അങ്ങനെയൊക്കെ യൂസ് ചെയ്യണ ടീച്ചേഴ്സ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്. നല്ലതല്ലേ സാരി ഉടുത്ത. കോട്ടൺ സാരി കൊടുത്ത് തന്നെ സൗന്ദര്യം അല്ലേ, ഉടുക്കാൻ സമയമില്ല. 1299 രൂപയോ. ഈ കളറിലെ ഒരു സുന്ദരി കൊച്ച ഇട്ട് നമുക്ക് ഫോട്ടോ അയച്ചു തന്നത്. അതിൻ്റെ പടം ഉണ്ടോ വെച്ചേ? അത് പറഞ്ഞ ഇട്ടേരെ കേട്ടോ. ഈ സാരി ഉടുക്കുമ്പോൾ കോട്ടൺ സാരി ഉടുത്താൽ ഇത്രയും ഗ്ലാമർ ഉണ്ടോയെന്ന് ഓർത്തു. അപ്പോൾ ഇത് ഭംഗിയാണെന്നറിയാവോ. ഞങ്ങളുടെ ഉഷാജി ഉടുത്താലും ഇങ്ങനെയാ അല്ലേ? എന്തൊരു ഭംഗിയാണ്. ഉഷാജിയൊക്കെ ഇപ്പോഴും സാരി ഉടുത്ത് ഒരു നല്ല മാലയിട്ട് കമ്മലൂട്ടിങ്ങി വന്ന ഉണ്ടായി എന്താ ഗ്ലാമർ. സിനിമാടി നമ്മൾ ഷീലാനെയൊക്കെ ഇപ്പോഴും നോക്കിയിരിക്കില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഉഷാജി. റാണി പിങ്ക്.
റാണി പിങ്ക് പോലത്തെ അല്ലേ, നല്ല കളേഴ്സാട്ടോ ഇതിൻ്റെ ചാർട്ട്. പ്ലെയിനും ഇങ്ങനെ ക്രോഷോയും ഇത്രയും കോട്ട സാരിയിൽ ഈ വിലയ്ക്ക് എന്നാ സൂപ്പർ. യെല്ലോ അടിപൊളി സംഭവങ്ങളാണ്, അടിപൊളിയാണ്. അത് സൂപ്പർ ഹിറ്റാണ്. 1299. ഇനി സെമി മൊഡാലിൻ്റെ സാരി. ഇപ്പോൾ ചുരിദാറ് എല്ലാം മൊഡാലിൻ്റെ സെമി മൊഡാലാട്ടോ, കണ്ടാൽ മൊഡാൽ സാരി പോലെ ഇരിക്കും. 990 രൂപയുള്ളൂ അല്ലേ. ബ്ലൗസ് പീസ് എന്ത് ഇതാണോ? ആ, ഇച്ചിരി പ്രിൻ്റ് വ്യത്യാസം. ഞാൻ എല്ലായിടത്തും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്കറിയാൻ പാടില്ല. ഇന്നലെ മോഹൻലാലിൻ്റെ ആളാണ് ഞാൻ. ഇങ്ങനെ പോകും, എല്ലാവരും കളിയാക്കണയാണ്. കംപ്ലീറ്റ് ഫോട്ടോ എടുത്തു വരുമ്പോൾ ഒരാൾ മാത്രം എന്തേ ഇങ്ങനെ ഇരിക്കണം. ഞാൻ എന്നും ഓർത്ത് നിൽക്കണമെന്നാണ്, പക്ഷെ മറന്നു പോകും. ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഞാനിങ്ങനെ ഇങ്ങനെ പോവുക. കോളേജിൽ പഠിച്ചപ്പോൾ മുതലുള്ള കോളേജിലെ ഗ്രൂപ്പ് ഫോട്ടോയിൽ ഒരാൾ മാത്രം അതുപോലെ എല്ലാവരും എന്നെ ചീത്ത പറയണേ, ഫോട്ടോ എടുക്കുമ്പോൾ അങ്ങനെ നിൽക്കല്ലേ, ഒരാൾ മാത്രം വളഞ്ഞു മുത്തി ഇങ്ങനെ. ഞാൻ ഫോട്ടോ എടുക്കുമ്പോൾ വലിയ പോസാന്ന് ഓർത്തോണ്ട് അങ്ങനെ പോസ് ചെയ്യണം. അടിപൊളി സൂപ്പർ, നല്ല കനമൊന്നുമില്ല കേട്ടോ. ശരിക്കും നമ്മുടെ സിൽക്ക് പ്രിൻ്റ് സിൽക്കിൻ്റെ സാരി ഇരിക്കണ പോലെ അടിപൊളി സംഭവം. അതിൻ്റെ 3 ഷെയ്ഡുള്ളൂ, അതിൻ്റെ 3 ഷെയ്ഡേ ഉള്ളൂ കേട്ടോ. നല്ല സാരീസാണ്. പെട്ടെന്ന് എടുത്തോ. എല്ലാം ഇന്ന് വെറൈറ്റി ആട്ടോ. നിങ്ങൾ ആ കൺഫ്യൂഷൻ ആവും. കിട്ടുമ്പോൾ കുറേ എടുത്തോ കേട്ടോ. ദൈവകൃപയാൽ എന്ത് വീഡിയോ ചെയ്യുന്നു ഒക്കെ ടെൻഷൻ അടിച്ചിരുന്ന എനിക്ക് യേശംബ്രാൻ്റെ കൃപ നോക്കുന്നേ. എന്ത് ഭംഗിയാന്ന് നോക്കിയ ഈ സാരിയൊക്കെ. എന്നാ വില? 590 രൂപയുള്ളൊരു സാരിക്ക് എന്ത് ഭംഗിയാന്ന് നോക്കിയേ. സെമി ലിനൻ സാരിയാണ്. നല്ല കനം കുറവും ചൂടൊന്നുമില്ല കേട്ടോ. നല്ല സുഖം. നെള്ളും അടിക്കില്ല. എന്ത് രസം അതിൻ്റെ ഡിസൈനും ടെമ്പിൾ ഡിസൈനൊക്കെ കാണാൻ. ബ്ലൗസ് ഇത് നല്ല സാരി 590 രൂപയ്ക്കൊക്കെ അടിപൊളിയല്ലേ. $590. ഇതാണ് ബ്ലൗസ് പീസ്. 590 ഉള്ളൂ. സൂപ്പർ സംഭവം. കളേഴ്സ് നോക്കിക്കോട്ടോ. ഇത് ഗ്രാൻഡ് കളേഴ്സാണ്. നോക്കി $590 ഉള്ളൂ. ബ്ലൗസ് പീസ് ഇത് അടിപൊളിയാണ്. സൂപ്പർ സൂപ്പർ. $590 ഉള്ളൂ കേട്ടോ. ബ്ലൗസ് പീസ് ഇത്. അപ്പോൾ ഇട്ടിട്ട് പോലെ ഒരു ലൈക്കൊക്കെ അടിക്കുകയാണെങ്കിലേ കൂടെ ഞങ്ങളുടെ വീഡിയോസ് അടുപ്പിച്ച് കാണാം. യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ അയ്യോ നമ്മുടെ ഗീവയുടെ കാര്യം പറഞ്ഞായിരുന്നോ? അയ്യോ അത് ആദ്യം പറയാൻ ഓർപ്പിക്കണം കേട്ടോ. ഇനി എല്ലാ വീഡിയോയിലും ഇട്ടിട്ട് പോകല്ലേ. അതെന്നാ വെച്ചാൽ നിങ്ങൾ ഇൻസ്റ്റയിൽ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ കമൻറ്റ് ഇടണം, ലൈക്ക് ഇടണം. എന്നിട്ട് യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാത്തിൽ നിന്നും നമ്മൾ ഈ മാസം സമ്മാനം എടുക്കും 1000 രൂപ.
എന്തെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. യൂട്യൂബിൽ നിന്ന്, ഫേസ്ബുക്കിൽ നിന്ന്, ഇൻസ്റ്റയിൽ നിന്ന്, വെബ്സൈറ്റിൽ എടുക്കുന്നവർക്ക് വെബ്സൈറ്റുകാർക്ക് മൊത്തം ഞങ്ങൾക്കെടുക്കും. അതുകൂടാണ്ട് ഇവിടെ പർച്ചേസ് ചെയ്യുന്നവരുടെ അതും അങ്ങനെ 5 പേർക്കുള്ള സമ്മാനമുണ്ട് എല്ലാ മാസവും. ഇങ്ങനെ ചിന്തിക്കണം, ഈ മാസം അങ്ങനെ നോക്കുക. അപ്പോൾ ഇങ്ങനെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുക. അപ്പം നിങ്ങളാകട്ടെ വിന്നർമാർ. അപ്പോൾ അത് ആദ്യം പറയണമെന്ന് ഓർത്തുകൊണ്ട് വിട്ടുപോയി, എൻ്റെ ദൈവമേ. അപ്പോൾ പങ്കെടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് ഇനി അതിന് ലൈക്ക് ചെയ്യണതിന് പ്രതിഫലം ആവുമല്ലോ. അപ്പോൾ ശരി എന്നാൽ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു തുടങ്ങിയാൽ എല്ലാവരും യേശുപുരം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.